വെൽക്കം ബാക്ക് ടു സാലോം ലേണിംഗ്. അപ്പൊ മക്കളെ, നമ്മുടെ എക്സാം ടൈം ടേബിൾ വന്നിട്ടുണ്ട്. നമ്മുടെ ബേസിക് സയൻസ് എക്സാമിന് വലിയ ദിവസങ്ങളൊന്നും ഇല്ല അല്ലെ. നമുക്കറിയാം ബേസിക് സയൻസ് മാത്രമല്ല, നമുക്ക് എല്ലാ സബ്ജക്റ്റുകളും അടിപൊളിയായിട്ട് പഠിക്കാനുള്ളതാണ്. സോ നിങ്ങൾക്ക് വേണ്ടി അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ്, പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് നമുക്ക് കുറെ പ്രധാനപ്പെട്ട കുറെ ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊന്നാണ് എന്താണ് മിശ്രിതങ്ങൾ അല്ലെങ്കിൽ എന്താണ് മിക്സേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ചുറ്റുപാട് നോക്കുവാണെങ്കിൽ കുറേ മിശ്രിതങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പൊ പഞ്ചസാര ലായനി എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ഉപ്പുവെള്ളം എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സലാഡ് എടുക്കാം, അങ്ങനെ അല്ലെങ്കിൽ മോരും വെള്ളം എടുക്കാം. അങ്ങനെ കുറേ മിശ്രിതങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവരുടെയൊക്കെ കാണുന്ന കോമൺ ആയിട്ടുള്ള പ്രത്യേകതകൾ എന്താണ്? യെസ്, ഇവരിലൊക്കെ അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ്. അതായത് ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാവുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഉപ്പുവെള്ളം എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഉപ്പുമുണ്ട്, വെള്ളവും ഉണ്ട്. അതുപോലെ തന്നെ സലാഡ് എടുക്കുവാണെങ്കിൽ സലാഡിന്റെ ഉള്ളിൽ കുറേ പച്ചക്കറികളുണ്ട്. മോരും വെള്ളത്തിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്നത് പോലെ നമ്മൾ മുളക് ഇടുന്നുണ്ട്. അങ്ങനെ കുറേ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാവുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ മിശ്രിതങ്ങളെ തന്നെ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ടേബിൾ ഒന്ന് നോട്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ടേബിൾ ആണ്. ഇവിടെ ഇപ്പൊ നാരങ്ങ വെള്ളം പറയുന്നുണ്ട്. നാരങ്ങ വെള്ളത്തിൽ ഏതെല്ലാം വസ്തുക്കളാണ് അടങ്ങിയിട്ടുള്ളത്? നാരങ്ങ നീര്, പഞ്ചസാര, ഉപ്പ്, ജലം. അതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ലായനി എടുക്കുവാണെങ്കിൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, വാട്ടർ. അതായത് ഇവിടെയൊക്കെ നമുക്ക് ഒന്നിലധികം വസ്തുക്കളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇതുകൊണ്ടാണ് നമ്മൾ ഇവയെ മിശ്രിതങ്ങൾ അല്ലെങ്കിൽ മിക്സ്ചേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആയിരുന്നു, എങ്ങനെ നമുക്ക് ഈ മിശ്രിതങ്ങളെ രണ്ടായി തരംതിരിക്കാം. രണ്ട് രീതിയിൽ തരംതിരിക്കാം. ഒന്ന് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇത് പല വസ്തുക്കൾ കൂടി ചേർന്നിട്ടാണ് ഈ മിശ്രിതങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷേ ഈ മിശ്രിതത്തിന്റെ ഏത് ഭാഗത്ത് ടേസ്റ്റ് നോക്കിയാലും ഒരേ ടേസ്റ്റ്, അല്ലെങ്കിൽ അതിന്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണെങ്കിൽ അങ്ങനെയുള്ള മിശ്രിതങ്ങളെ നമ്മളൊരു സ്പെഷ്യൽ പേര് വിളിക്കും. അതാണ് മക്കളെ ഏകാത്മക മിശ്രിതങ്ങൾ അല്ലെങ്കിൽ ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറയുന്നത്. അതേസമയം അതിന്റെ ടേസ്റ്റ് പല ഭാഗത്ത് പലതാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം പല ഭാഗത്ത് പല സ്വഭാവമാണെങ്കിൽ അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് ഭിന്നാത്മക മിശ്രിതങ്ങൾ അല്ലെങ്കിൽ ഹെറ്ററോജീനസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നാരങ്ങ വെള്ളം, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ലായനി, പഞ്ചസാര ലായനി, വിനിഗർ. ഇതിനൊക്കെ എന്താണ്, എല്ലാ സ്ഥലത്തും ഒരേ ടേസ്റ്റാ. സോ ഇതൊക്കെ ഹോമോജീനസ് മിക്സ്ചർ ആണ്. അതുപോലെ തന്നെ ചോക്കുപൊടി ലായനി, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പയറ്, കടല, നെല്ല്, അയൺ പൗഡർ, സാൾട്ട് മിക്സ്ചർ. ഇതൊക്കെ എന്താണ്, ഇതിനൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ സ്വഭാവം. അപ്പൊ ഇതൊക്കെ ഹെറ്ററോജീനസ് അല്ലെങ്കിൽ ഭിന്നാത്മക മിശ്രിതമാണ് എന്ന് മക്കൾ ഓർത്തിരിക്കാം. അപ്പൊ മിശ്രിതങ്ങളെ തന്നെ നമ്മൾ തരംതിരിക്കുന്നതാണ് നമ്മൾ പഠിച്ചത്. ഇനി എന്റെ അടുത്ത ചോദ്യം ഇതാണ്, നമ്മൾ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളുടെയും സ്വഭാവം ഉൾക്കൊള്ളുന്ന ഏറ്റവും ചെറിയ ഒരു കണിക നമുക്കറിയാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തന്മാത്ര എന്ന് പറയുന്നത്. ഈ തന്മാത്രകൾ കൂടി ചേർന്നിട്ടാണ് നമുക്ക് എല്ലാ വസ്തുക്കളും കാണുന്നത്. അപ്പൊ ആ വസ്തുവിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന ഏറ്റവും ടൈനി ആയിട്ടുള്ള ഏറ്റവും ചെറിയ കണികേനെയാണ് നമ്മൾ തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് തന്മാത്രകൾ നമ്മൾ പഠിക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ആദ്യം എന്താണ് തന്മാത്ര എന്ന് ഓർത്തിരിക്കാം. ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് മാത്രം പറഞ്ഞാൽ മാർക്ക് കിട്ടില്ല കേട്ടോ. അതൊരു ചെറിയ ഒരു വസ്തുവാണ്, ഏറ്റവും ചെറിയ കണികയാണ് എന്ന് പറഞ്ഞാൽ മാത്രം മാർക്ക് കിട്ടില്ല. അതിന്റെ കൂടെ തന്നെ ഹാവിങ് ഓൾ ഇറ്റ്സ് പ്രോപ്പർട്ടി, എല്ലാ പ്രോപ്പർട്ടി അടങ്ങിയിട്ടുള്ള ഏറ്റവും ചെറിയ കണിക എന്ന് മക്കൾ ഓർത്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഞാനിതാ 4 വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്, ABCD. ഇതിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒന്നാമത്തെ ഒരു ടേബിൾ അല്ല ആ ഒരു വസ്തു, അതുപോലെ തന്നെ D എന്ന് പറയുന്ന ആ ഒരു വസ്തു നോക്കിയാൽ ഇവരൊക്കെ ഒരേപോലെയുള്ള തന്മാത്രകളാൽ നിർമ്മിതമാണ്. അതേസമയം ബിയിലും സിയിലും നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് ഒന്നിലധികം തന്മാത്രകൾ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈ എയും ബി എന്ന് പറയുന്നത് ശുദ്ധ പദാർത്ഥങ്ങളാണ് അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് ഒരേ ഇനം തന്മാത്രകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ ശുദ്ധ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ തന്മാത്രകൾ എന്തിനാ പഠിച്ചത് മനസ്സിലായോ? നമുക്ക് ഇപ്പൊ പറയുന്ന എല്ലാ മിശ്രിതങ്ങളിലും അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളും തന്മാത്രകളാൽ നിർമ്മിച്ചതാണ്. പക്ഷേ എല്ലാ വസ്തുക്കളും ഒരേപോലെയുള്ള തന്മാത്രകളാൽ നിർമ്മിച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഒരേപോലെയുള്ള തന്മാത്രകളാൽ നിർമ്മിച്ചതാണ് ശുദ്ധപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഈ മിശ്രിതങ്ങളെ വേർതിരിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന വസ്തുക്കളെ നമുക്ക് എങ്ങനെ വേർതിരിക്കാനായിട്ട് പറ്റും? ഒരു ഉദാഹരണത്തിന് ഇപ്പൊ അരിയിൽ നിന്നോ പയറുവർഗ്ഗങ്ങളിൽ നിന്നോ നമുക്ക് കല്ലുകൾ വേർതിരിക്കണം. എന്താ ചെയ്യുന്നത്? നമുക്ക് പെറുക്കി മാറ്റിയാലും മതി അല്ലെ. അതുപോലെ തന്നെ പെറുക്കി മാറ്റുന്ന മറ്റ് സിറ്റുവേഷൻ ഏതൊക്കെയാണ്? ഉണങ്ങിയ പുല്ലിൽ നിന്നുള്ള ഇലകൾ പെറുക്കി മാറ്റിയാൽ മതി, മണ്ണിൽ നിന്നുള്ള വലിയ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ പെറുക്കി മാറ്റിയാൽ മതി, മണലിൽ നിന്നുള്ള ഗ്ലാസ് കഷ്ണങ്ങൾ ഇതൊക്കെ പെറുക്കി മാറ്റിയാൽ മതി. ഇതൊക്കെ നമുക്ക് മനസ്സിലാവും, പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും. അതേസമയം മണലിൽ നിന്ന് ഇരുമ്പ് കഷ്ണങ്ങളെ വേർതിരിക്കുന്നതോ കാന്തം വഴിയാണ്. അറക്കപ്പൊടിയിൽ നിന്ന് ഇരുമ്പ് പിന്നുകളോ കാന്തം വഴിയാണ്. ആണിയുടെയും പ്ലാസ്റ്റിക്കിന്റെയും മിശ്രിതത്തിൽ നിന്ന് ആണികൾ ഇതൊക്കെ ഇരുമ്പ് വഴിയാണ്. അപ്പൊ നിങ്ങൾ ഇതും കൂടി ഒന്ന് എന്ത് ചെയ്യുക, ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് ഓർത്തിരിക്കുക. അതായത് പെറുക്കി മാറ്റുന്നത് സെപ്പറേഷൻ ബൈ പിക്കിംഗ് അപ്പ് ആൻഡ് ഓൾസോ സെപ്പറേഷൻ ബൈ യൂസിങ് മാഗ്നറ്റ്. ഈ രണ്ട് മെത്തേഡിൽ വേർതിരിക്കുന്ന കുറച്ച് സിറ്റുവേഷൻസും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇതൊക്കെ ഈ ഒരു പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അപ്പൊ അതിനു മുന്നേ പോകുന്നതിന് മുമ്പ് നമ്മുടെ ക്ലാസ് 6 വജ്ര ബാച്ചിന്റെ എൻ ഗെയിം ബാച്ച് തുടങ്ങിയ കാര്യം സന്തോഷപൂർവ്വം നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. അതായത് നമ്മുടെ റിവിഷൻ ബാച്ചാണ്. ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എയിം ആനുവൽ എക്സാം ആണ്. ആനുവൽ എക്സാമിന് വേണ്ടി എല്ലാവിധ സജ്ജീകരണങ്ങളും റിവിഷൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് എൻ ഗെയിം ബാച്ചിൽ കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വേഗം ഒന്ന് വിളിച്ച് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്താം കേട്ടോ. ഫസ്റ്റ് ലൈവ് തൊട്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാം. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.